പ്രതീക്ഷകളാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. പ്രതീക്ഷകൾ ജീവിതത്തിന് ഒരു വഴികാട്ടിയും അതേപോലെ ജീവിതത്തിൻ്റെ അർത്ഥമുണ്ടാക്കുന്നതാണ്. ജെറി ആൻഡ് മാർജ് ഗോ ലാർജ് എന്ന സിനിമയിൽ ജെറി തൻ്റെ അവസാനത്തെ വർക്കിംഗ് ഡേയും കഴിഞ്ഞ് വീട്ടിലേക്ക് ഡിസപ്പോയിൻ്റ് ആയിട്ട് വരുമ്പോൾ മാർജിനോട് പറയുന്ന ഡയലോഗുണ്ട്. എനിക്ക് നാളേക്കിടാൻ അധികം ഡ്രസ്സുകളൊന്നുമില്ല, എനിക്ക് റുട്ടീനായിട്ടുണ്ടെന്ന് റെഗുലർ വർക്കിംഗ് ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഇനി മാർജ് പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വാങ്ങിക്കാം. അപ്പോൾ ഇതിലൂടെ ഞാൻ മനസ്സിലാക്കിയതൊരു കാര്യം, ഈ പള്ളി കമ്മിറ്റിയിലും അമ്പല കമ്മിറ്റിയിലും അതുപോലെ രാഷ്ട്രീയക്കാരൊക്കെ ആ ഒരു കസേരയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതിൻ്റെ കാരണം പണമാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ജെറിയുടെ അവസ്ഥ പോലെ ഒരു സാഹചര്യമായിരിക്കണം. ജോയി ആലുക്കാസ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, MD ആയിട്ട് ഞാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇനി ചെയ്യാനുള്ള റുട്ടീൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്കലും ഗാർഡൻ നനയ്ക്കലും മാർക്കറ്റിലേക്ക് പോകലും ഒക്കെയാണ്. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ പരിപാടികളൊന്നുമില്ല. ഒരു മനുഷ്യൻ്റെ ലൈഫ് സൈക്കിളിൽ ഓരോ ഘട്ടവും നമ്മൾ ഓരോ ആഗ്രഹങ്ങളാണ്. ചെറുപ്പത്തിൽ നമുക്ക് പൈസ കിട്ടാനും ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ല സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാവാനും, പ്രായമായി കഴിഞ്ഞാൽ രണ്ടും ഉണ്ടാവും, പക്ഷേ എന്നാൽ നമ്മളോടൊരു റെസ്പെക്റ്റ് കുറവുണ്ടാവും. CIA എന്ന സിനിമയിൽ മാണി സാറിൻ്റെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം സാധാരണ രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നത്. ചായയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ ഇറക്കേണ്ടി വരാതിരിക്കുന്ന സാഹചര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം അദ്ദേഹം രാഷ്ട്രീയം വിടാതെ ഇരിക്കുന്നത്. അപ്പം ജീവിതത്തിൽ എപ്പോഴും ഒരു പ്ലാൻ ബി ഉണ്ടാവണം. സ്കില്ലുകൾ നിങ്ങളെപ്പോഴും ഒന്ന് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്സ്കില്ല് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സേഫായിട്ടിരിക്കാൻ ശ്രമിക്കാതിരിക്കുക. പ്രായം ഒരു കൗണ്ട് ഡൗണിലാണ്, അത് ഓടിക്കൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് പിടിച്ചെടുത്താൻ പറ്റില്ല. ഓൾ വി ക്യാൻ ഡു ഈസ് ഫേസ് ന്യൂ ചാലഞ്ചസ്. നിങ്ങൾ പുതിയ സ്കില്ലുകൾ അക്വയർ ചെയ്യുകയും അടുത്ത തലങ്ങളിലേക്ക് പോവുകയും ചെയ്യുക. അതല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലാൻ ബി ഉണ്ടാവാതെ വരും. സോ always being on the safe side is very dangerous. I think you have to act upon it now. Good day.